നമ്മൾ ബൈബിൾ ഉടനീളം പരിശോധിക്കുക, ഒരു സ്ഥലത്ത് പോലും ഇത് കാണുന്നില്ല. ലക്ഷ്യമാക്കുന്ന എന്ന പ്രയോഗം പോലും ബൈബിളിൽ ഒരു സ്ഥലത്തേ ഉള്ളൂ. 2 കൊരിന്ത്യരുടെ 8-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. അത് ഇതല്ല, വേറൊന്നാണ്. വെളിച്ചം എന്ന പ്രയോഗം പുതിയ നിയമം ബൈബിളിൽ 27 പുസ്തകങ്ങളിൽ ആകെ 7 പ്രാവശ്യമേ ഉള്ളൂ. അതൊന്നുപോലും ഇദ്ദേഹം പറയുന്ന നിങ്ങൾ ലക്ഷ്യമാക്കുന്ന വെളിച്ചം പ്രകാശം എന്നേ അല്ല. അദ്ദേഹം പറയുന്ന ആ വാക്കിലുള്ള മറ്റൊരു സംഗതി നാം തന്നെയാകുന്നു എന്നാണ്. ഇത് ബൈബിളിൽ ആകെ 2 സ്ഥലത്തേ ഒന്ന് ജൂതന്മാർ നമ്മൾ തന്നെയാകുന്നു എന്ന് പറയുന്നതും, എന്ന് വെച്ചാൽ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് പ്രയോഗിച്ചത്. അതും ഇദ്ദേഹം പറയുന്നതല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊരു പ്രശ്നം അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് നമ്മൾ ശക്തമായി എതിർക്കുക എന്ന രീതിയിൽ പറയണതല്ല. സത്യമായിട്ടും അവർ പറയുന്നത് ഇസ്ലാം അല്ലാത്തത് കൊണ്ടാണ്. വളരെ ചുരുക്കി അവരുടെ വാദങ്ങൾ ഞാൻ ഇങ്ങനെ സൂചിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഇസ്ലാം പ്രചരിപ്പിക്കാനല്ല വന്നത്, സ്നേഹമാണ് എന്നാണ്. സ്നേഹം ഇസ്ലാം പ്രചരിപ്പിച്ചു, റസൂൽ പ്രചരിപ്പിച്ചു. പക്ഷെ തലവെട്ടാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ലേ? വളരെ സ്നേഹിച്ചായിരിക്കോ തലവെട്ടൻ? 10-13 വർഷം സഹിച്ച് സഹികെട്ടിട്ടാണെങ്കിൽ പോലും പിന്നെയും 2 വർഷം മദീന ഷരീഫിലേക്ക് എത്തി ഇസ്ലാമിക രാഷ്ട്രം രൂപപ്പെടുത്തി പിന്നെയും നിരന്തരം ആക്രമിച്ചാണെങ്കിൽ പോലും ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ പരിശുദ്ധ ഇസ്ലാം സമ്മതം തന്നിട്ടില്ലേ? സൂറത്ത് അൽ ഹജ്ജിന്റെ 39-ാം വചനം അതല്ലേ പറയുന്നത്? സ്നേഹം കൊണ്ടായിരിക്കും അത്. സ്നേഹിക്കണം, മനുഷ്യരെല്ലാവരെയും സ്നേഹിക്കണം. പക്ഷെ സ്നേഹം വേണമെന്ന് കരുതിയിട്ട് ശിക്ഷണം പാടില്ല, ശിക്ഷ പാടില്ല, ഉപദേശം പാടില്ല, വഴക്കറിയാൻ പാടില്ല. ഇങ്ങനെ ഒരു ആദർശം ആർക്ക് സ്വീകരിക്കാൻ പറ്റും? പരിശുദ്ധ ഇസ്ലാം സ്നേഹിക്കേണ്ടിടത്തൊക്കെ സ്നേഹിക്കാൻ പറഞ്ഞു. കുടുംബത്തെക്കുറിച്ച് പറയുന്നിടത്ത് സൂറത്ത് അർ-റൂമിന്റെ 21-ാമത്തെ വചനത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിനിടയിൽ അള്ളാഹു മവദ്ദത്തിനെയും കാരുണ്യത്തിനെയും നിക്ഷേപിച്ചത് പറയുന്നുണ്ട്. എന്താ മവദ്ദത്ത്? പ്രണയം, സ്നേഹം. കാരുണ്യത്തെ സ്നേഹം പൊതിഞ്ഞു നിൽക്കുന്നത് പറയുന്നുണ്ട്. എന്റെ കാരുണ്യം എല്ലാത്തിനെയും പൊതിയുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിന്റെ 155-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അല്ലേ? അങ്ങ് എല്ലാവർക്കും കാരുണ്യമായി നിയോഗിതനായി എന്ന് സൂറത്തുൽ അംബിയാന്റെ 107-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. കാരുണ്യ, സ്നേഹം, ആർദ്രത, ഇഷ്കൊക്കെ ഇസ്ലാം ധാരാളം പറഞ്ഞതാ. പക്ഷെ തിരുത്തേണ്ടടുത്ത് തിരുത്തണം, ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കണം, ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിക്കണം, പിണങ്ങേണ്ടടുത്ത് പിണങ്ങണം, അടിക്കേണ്ടടുത്ത് അടിക്കണം. ഇതൊക്കെയും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂഫിക്കാരെ അതും കൂടി ഒന്ന് പഠിക്കണം.